യുണൈറ്റഡ് പീപ്പിൾസ് അവതരിപ്പിക്കുന്നു പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. സംഗീതം നൽകിയിരിക്കുന്ന ഇളയരാജ. നിർമ്മാണം ജോസ് പടിഞ്ഞാറക്കര, KB പീതാംബരൻ. തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഭദ്രൻ. വരുന്നുണ്ട്. കൊച്ചുമോളെ, എന്താണ് മോളെ ഇത്ര വണ്ടി വഴിക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയിപ്പോനെ. നിങ്ങളെ ഒന്ന് കേട്ടി താമസിപ്പിച്ചിട്ട് ഇനി കയറി താമസിച്ചോണ്ടാ മതി. രാജകാലത്ത് കയറി വന്നിരിക്കുന്നു. അമ്മച്ചിയെ, സമയവും കാലവും ഒക്കെ നോക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു. നോക്കുന്നവർക്ക് ഇതെല്ലാം തത്വം, അല്ലാത്തവർക്ക് എന്നാ മേമേ മഹാങ്ങാത്തൊലി. തലയിലെഴുത്ത് തമ്പുരാൻ കർത്താവിനെ മാറ്റാൻ നോക്കൂ, അല്ലേ ഐസക്കെ? ആ, തലയിലെഴുത്തെന്ന് പറഞ്ഞ കറക്റ്റാ. ഒരിക്കൽ എഴുതി പോയോ അനുഭവിച്ചേ തീരൂ. നിനക്കെല്ലാം കൊണ്ട് നല്ല വീടായത്. പാലിറങ്ങിയ കൊച്ചുമോക്ക് കോളേജ്, നിനക്കാണെങ്കിൽ മുറ്റത്ത് പള്ളി. ഡോക്ടർ ഐസക് പീറ്ററും കുടുംബവും വീട് മാറുന്നു. ഭാര്യ ക്ലാര, മകൾ സിസില, വേലക്കാരി പെണ്ണമ്മ തുടങ്ങിയവരാണ് അവിടെയുള്ളത്. ക്ലാരയ്ക്ക് ഐസക്കിന് സംശയമാണ്. പെണ്ണമ്മയെ പൂട്ടിയിട്ടിട്ടാണ് ക്ലാര പള്ളിയിൽ പോലും പോകുന്നത്. തുടങ്ങി നരപറി വേഷം കെട്ടല്. കെട്ടിക്കാൻ പ്രായമായ പെണ്ണു നിൽക്കുന്നു. ചെറുപ്പം കളി. മനുഷ്യന് പ്രായമായെന്ന് വെച്ചാ പോരെ. ആ ഇടി പെണ്ണെ, മുഖം കഴുകി പൂട്ടിക്ക് പൊടി നനയ്ക്കാൻ നോക്ക്. ചെല്ല്. ഇങ്ങനെ തുടങ്ങിയ ഇവിടെ ആരാ നിൽക്കുക? സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ശരി, അതിന് ആ പെണ്ണിനെ എന്തിനു പൂട്ടിയിടുന്നു? പോകുമ്പോ അവളെ കൂടെ കൊണ്ടുപോയ പോരെ? അവൾ എന്ത് വിചാരിക്കും? അയ്യോ, അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾ ആരാണെന്ന് അവൾ അറിയാൻ നോക്കിയാൽ മതി. ഓഹോ, അപ്പൊ ഈ കണ്ട ജോലിക്കാരെല്ലാം എന്റെ ശല്യം മൂലം പോയതാ? അതെ, നിങ്ങളെ ദുർച്ചെന്താ ദുർനടത്താം. പിന്നെ മോളിലേക്ക് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. അവള് കാണാൻ നീ എന്തെല്ലാം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് എന്തിനു മിച്ചം വയ്ക്കുന്നു? പറഞ്ഞോ. പക്ഷെ ഒരു കാര്യം, അവള് നിന്നെ കണ്ടാ വളരുന്നത്. എന്നെ കൊണ്ട് വളർന്നു. ഐസക്കിന്റെ വീടിനടുത്ത് വാസുവും കുടുംബവും താമസത്തിന് വരുന്നു. വാസു ക്ലാരയെ പോലെ സംശയരോഗിയാണ്. വാസുവിന്റെ വീട്ടിൽ ഭാര്യ അമ്മണി, മകൻ സഞ്ജു തുടങ്ങിയവരാണുള്ളത്. ഭഗവാനേ, എവിടെ നോക്കി അവിടെ ഉണ്ടാക്കുന്നത്? മകനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരൻ നിർത്തില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചപ്പോൾ പോന്നതാ. മോനെ, നാശം പിടിച്ചോലെ ഭ്രാന്താശുപത്രിയിലും കൊണ്ടിടും. ഇങ്ങനെ ഈ ഒരു ചിന്തയുള്ളൂ. എനിക്ക് മടുത്തമ്മേ, ഞാൻ വല്ല വഴിക്കും പോവാ. നീ പോയാൽ എനിക്കാരാ? ഞാനും സഹിക്കാണ് മോനെ. എനിക്കൊരു ഭർത്താവ് വേണം, നിനക്കൊരു അച്ഛൻ വേണം, നമുക്കൊരു കുടുംബം വേണം. എന്ത് കുടുംബം? ഇതാണോ കുടുംബം? പുറത്തിറങ്ങി എനിക്കെന്റെ അഡ്രസ്, അമ്മയുടെ വീട്ടിൽ പോയ എനിക്കെന്റെ അഡ്രസ്, ആ വട്ടിന്റെ മകനെന്നല്ലേ? ആരെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ അച്ഛനൊന്ന് സമ്മതിക്കണ്ടേ? റോഡിൽ നിന്ന് പത്രം വായിച്ച ഐസക് അമ്മണിയെ നോക്കി നിന്നതാണ് എന്ന് പറഞ്ഞ് വാസു വഴക്കിടുന്നു. ക്ലാരയും ഇത് കാണുന്നു. ഇതാരെ? നിങ്ങളേമയോ? ക്ലാരേ, പ്രാന്താശുപത്രി പറയാനില്ലയോ? ആ ആയി വരുന്നു. ക്ലാരേ, പിടികെട്ടാത്തോന്ന് അങ്ങേരുടെ പഞ്ചാര പാല് മുട്ടായിരുന്നു. എന്ത് ആത്മാർത്ഥതയാ വെടിയിലുള്ള? രാവിലെ നടക്കാനെന്നും പറഞ്ഞ് വെള്ളക്കളത്തോട്ട് ഇറങ്ങും. വല്ലവന്റെയും വാതിക്ക ചെന്ന് വാങ്ങി നോക്കി നിൽക്കാം. അമ്മക്കുട്ടി, എന്തോ
നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ചെടി നനയ്ക്കുകയായിരുന്നില്ലേ? ഓഹോ, മനസ്സിലായി. എന്തു മനസ്സിലായിന്നാ? പ്രദർശനം. കാലത്തെ ഉടുത്തുറങ്ങി ബാൽക്കണിയെ കയറി കണ്ടവനെ കാണിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ, അമ്മക്കുട്ടി നിർത്തിക്കോ. എന്താണ് ഇതൊക്കെ? നാട്ടുകാർ കേട്ട് നാണക്കേടാണല്ലോ. നാട്ടുകാർ കേൾക്കുന്നതല്ലേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കാണുന്നേ കുഴപ്പമൊന്നുമില്ലല്ലേ? എന്ത് കാണിച്ചെന്നാ? ആ, അത് കാണണെങ്കിലേ കാലത്ത് എഴുന്നേറ്റ് നോക്ക്. ചെടി നാന എന്തിനാ? സിസിലിയും സഞ്ജുവും രണ്ടുപേരുടെയും സങ്കടങ്ങൾ പരസ്പരം പറയുന്നു. അവർ പ്രണയത്തിലാക്കുന്നു. എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചാച്ചന്റെ കണ്ണുകളിൽ നൊമ്പരത്തിന്റെ നനവ് കാണുമ്പോ നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഐ ആം ഹെൽപ്ലെസ്. ഈ അന്തരീക്ഷത്തിൽ ഞാൻ ഒറ്റപ്പെടുകയല്ലേ. ഒരമ്മയുടെ സ്നേഹം, അച്ഛന്റെ വാത്സല്യം, എന്നെ സ്നേഹിക്കണം, എനിക്ക് സ്നേഹിക്കണം. നമ്മൾ ഒരേ ചെറുള്ള പക്ഷികളാണ്. ക്ലാരയുടെ അനുജൻ പോൾ വരുന്നു. സിസിലിയെ സഞ്ജു പ്രണയിക്കുന്നു എന്നറിഞ്ഞ് സഞ്ജുവിനെ പോൾ തല്ലുന്നു. കാണാൻ വിടോ? വാണം പുസ്തകം തരൂ. കിട്ടിയാ കൊള്ളാം. വലിയ വീട്ടിലെ പെമ്പിള്ളാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സിസിലിയെ കാണാൻ വീട്ടിലെത്തിയ സഞ്ജുവുമായി പോൾ തല്ലുണ്ടാക്കുന്നു. കണ്ടുവന്ന ഐസക് പോളിനോട് തന്റെ ചേച്ചിയുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു. കളിച്ചേ നീ വീട്ടിൽ കയറിയടാ. നീ എന്താ പറഞ്ഞേ? അവനോട് ഇച്ചി പോടാന്നൊരു വാക്ക് പറയാൻ അളിയനെ പറ്റില്ലല്ലോ. പറയേണ്ടത് അവനോടല്ല, നിന്റെ പെങ്ങളോടാണ്. തള്ളയ്ക്ക് മോളെ നോക്കാൻ എവിടാ സമയം? അപ്പൻ അനങ്ങിയ സംശയം, തിരിഞ്ഞ സംശയം, മിണ്ടിയ സംശയം. ഈ അന്തരീക്ഷത്തിൽ അവളെങ്ങനെ വളരും? എങ്ങനെ വളർത്തും? ഞാൻ ജനിച്ചത് നിങ്ങളെപ്പോലെ രാജകൊട്ടാരത്തിലല്ല, ഒരു കൊച്ചു വീട്ടില. അവിടെ എനിക്ക് കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ ഒരംശം പോലും എന്റെ മകൾക്ക് കൊടുക്കാൻ നിന്റെ പെങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എനിക്കും ദാറ്റ്സ് മൈ ഫേറ്റ്.
ക്രിസ്തു മണിക്കൂറുകൾ മാത്രമേ കുരിശ് വന്നിട്ടുള്ളൂ. 20 വർഷമായിട്ട് ഞാൻ ഈ കുരിശ് ചുമക്കാണ്. നിന്റെ പെങ്ങളെ ഇനി ഇതിലും വലിയ കുരിശ് ചുമക്കേണ്ടി വരും. അപമാനത്തിന്റെ, അപവാദത്തിന്റെ. അവളിപ്പോ അവനെ സ്നേഹിക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ. നാളെ വയറ്റി കിടക്കുന്ന കുഞ്ഞവന്റെയാണെന്ന് പറഞ്ഞാൽ വളർത്തി വെച്ചു മൊയ്താന പ്രസം പഠിക്കുന്നു. സിസിലിയുടെ സൗന്ദര്യമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് ക്ലാര സിസിലിയുടെ മുഖത്ത് മെഴുകുതിരി കത്തിച്ചൊഴിക്കുന്നു. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഈ മുഖമാണ് ഇതിനൊക്കെ കാരണം. അവൻ ഇവിടെ വരാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല മോളെ. ഇല്ല, സമ്മതിക്കില്ല മോളെ. നീ എന്താണ് ഈ ഭ്രാന്ത് കളിക്കുന്നു? നിങ്ങൾ എന്നെ അടിച്ചോ? എന്തിനാ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് കുറ്റമാണ് നിന്നോട് ചെയ്തത്? ഭാര്യയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ ഇക്കാലം അത്രയും നിന്റെ മനസ്സിന്റെ വാതിൽക്കൽ കാത്തു നിന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ മോള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഇന്ന് ഈ നിലയിൽ അവളെ കൊണ്ടെത്തിച്ചത് നീയാണ്. ഈ ജീവിതത്തോട് നിനക്ക് എന്ത് ആത്മാർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയെ പറ്റി പറയുന്നു. സിസിലിയെയും സഞ്ജുവിനെയും കാണാതാകുന്നു. ക്ലാര സിസിലിയെ കാണണമെന്ന് പറഞ്ഞ് കരയുന്നു. അകത്തേക്ക് വരൂ. ഞാൻ ആരുടെ സൽക്കാരത്തിന് വന്നതല്ല. അറിയാം, വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് പറഞ്ഞയക്കുന്നത് ഞാൻ പഠിച്ച മര്യാദയല്ല. എന്റെ മകൻ എവിടെ? എന്റെ മകൻ എവിടെ എന്ന് ഞാൻ ആരോട് ചോദിക്കും? എന്റെ മകൾ ഇവിടെ പറയില്ലേ? അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സിസിലിയും സഞ്ജുവും വിവാഹം കഴിഞ്ഞു വരുമെന്ന് ക്ലാര സ്വപ്നം കാണുന്നു. പക്ഷെ സിസിലിയുടെയും സഞ്ജുവിന്റെയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് ക്ലാരയും ഐസക്കും കാണുന്നതോടെ കഥ അവസാനിക്കുന്നു. എനിക്കിനി ആരുണ്ട്? എനിക്കിനി ആരുണ്ട്? യഥാർത്ഥ സ്നേഹത്തെ ആർക്കും വേർപിരിക്കാനാവില്ല എന്ന സത്യം വിളിച്ചു പറയുന്ന ഈ സിനിമയും ഇതിലെ ഗാനങ്ങളും വൻ വിജയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചാച്ച, ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഇന്ന് 2 നക്ഷത്രങ്ങളെ കൂടി കാണാം. അത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ നോക്കി ഒന്നിച്ചിരിക്കില്ലേ? സ്നേഹത്തോടെ സിസിലി.